കുറിച്ചുള്ള ഒന്നാമത്തെ പ്രവചനമാണ്. മൂന്നാമത്തെ പ്രവചനമാണുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ പ്രവചനമാണ് അത് വചനഭാഗത്ത് വായിച്ചുള്ളത്. ഈ ഒന്നാം പ്രവചനത്തിൽ ഈശോ തനിക്ക് ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ശിക്ഷപ്രമുഖനായ പത്രോസ് പറയുകയാണ്, എന്നത് സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഭാവങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നന്മ സംഭവിക്കണമെന്ന് അവൻ പറയുമ്പോൾ, തിന്മ സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ വേദന ഉണ്ടാകാതിരിക്കട്ടെ, സഹനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുമ്പോൾ പത്രോസിനെ ഈശോ വിളിക്കുന്ന പേര് സാത്താൻ എന്നാണ്. എന്നാൽ പിന്നീട് നമ്മൾ ഈ വചനം വായിച്ച് കുറേ പോയി കഴിയുമ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. യൂദാസ് ചുംബനമുണ്ട് ഒറ്റിക്കൊടുത്തപ്പോൾ യൂദാസിനെ വിളിച്ച പേര് സ്നേഹിത, ഈ ചുംബനമുണ്ടാണ് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് സഹനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞവനെ വിളിച്ച പേര് സാത്താൻ, സഹനങ്ങൾ ഒറ്റുകൊടുത്ത് വെച്ചു കൊടുത്തവനെ വിളിച്ച പേര് സ്നേഹിതായ. ഈ നോമ്പ് കാലത്ത് നമ്മുടെ മനോഭാവത്തിൽ വരുത്തേണ്ട വലിയ മാറ്റത്തെയാണ് ഈ വചനം നമ്മൾ അവലോകനം ചെയ്യുക. ജീവിതത്തിൽ വേദനകളുണ്ടാകരുത്, ബുദ്ധിമുട്ടുകളുണ്ടാകരുത്, കഷ്ടപ്പാടുണ്ടാകരുത് എന്ന് നമ്മൾ വിചാരിക്കുകയും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും അതുണ്ടാകരുത് എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം, അല്ലെങ്കിൽ പത്രോസിൻ്റെ ഭാവം, ക്രിസ്തു നമ്മെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന പേര് സാത്താൻ എന്നാണ്. ഞായറാഴ്ച ആദ്യത്തെ കുർബാന പൊതുവെ അമ്മമാർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മുടെ മക്കൾക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകരുത് എന്ന് കരുതി വളർത്തുന്ന മാതാപിതാക്കന്മാരെ ഒക്കെ ഒരർത്ഥത്തിൽ മക്കളെ വലിയ തിന്മയിലേക്ക് നയിക്കുന്നവർ. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കണം, അവരാരോഗ്യത്തിനല്ല, അവർക്ക് ഏതാണോ ടേസ്റ്റ് അതനുസരിച്ച് അവർക്ക് ഏതാണോ പ്രിയപ്പെട്ടത് അത് കൊടുക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോഴേ അവരുടെ ജീവിതത്തിൽ ഒട്ടും വേദനയുണ്ടാകരുത്, ദുഃഖമുണ്ടാകരുത്, അവരുടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പെടുന്നതാണ്, കഷ്ടപ്പാടുകളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ ഈശോ നമ്മൾ വിളിക്കുന്ന പേര് സാത്താൻ തന്നെയാണ്. അതിൻ്റെ അനന്തരഫലം പല കർമ്മന്മാരും നമ്മുടെ ഇടയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. സഹനങ്ങളെ ഒഴിവാക്കി ജീവിക്കാനല്ല ക്രൈസ്തവ ജീവിതം നമ്മൾ പഠിപ്പിക്കുക, മറിച്ച് സഹനത്തെ സ്വീകരിക്കുക എന്നുള്ളത്. സഹനം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. വേദനയെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് സഹനമാകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭാഷ വ്യാഖ്യാനം എടുക്കുമ്പോൾ മലയാള ഭാഷ ആഴത്തിൽ പഠിച്ചുകൊണ്ടറിയാം, വേദന പ്ലസ് സ്വീകരണം ആണ് സഹനം. സഹിച്ച് അല്ലെങ്കിൽ സ്വീകരിക്കാനായിട്ട് വേദനകൾ സ്വീകരിക്കാനുള്ള മനസ്സിൻ്റെ പേരാണ് സഹനം. അപ്പോൾ സഹനം എന്ന് പറയുന്നത് ഈ സഹനത്തെ കുരിശാക്കി മാറ്റുക എന്നുള്ളതാണ് ക്രൈസ്തവൻ്റെ കാര്യം. കാരണം കുരിശാണെങ്കിൽ വേദന സഹനമാക്കാനും സഹനത്തെ കുരിശാക്കി മാറ്റാനുമാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത്. വേദന എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. ആ വേദനയെ സ്വീകരിക്കാനുള്ള മനസ്സ് വരുമ്പോൾ അത് സഹനമാണ്. ആ സഹനത്തെ ക്രൈസ്തവൻ എന്ന പേരിൽ ഏറ്റെടുക്കുമ്പോൾ അത് കുരിശാണ്. ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ സഹനത്തെ, വേദനയെ സ്വീകരിക്കുമ്പോൾ സഹനമാകും, ആ സഹനത്തെ ഏറ്റെടുക്കുമ്പോൾ അത് കുരിശാണ്. സ്വയം പരിത്യജിച്ച് വേദന എടുത്തു വരാനല്ല പറഞ്ഞത്, സ്വയം പരിത്യജിച്ച് സഹനം എടുത്തു വരാനല്ല ക്രിസ്തു പറഞ്ഞത്, സ്വയം പരിത്യജിച്ച് തിരിച്ചെടുത്തു വരാനാണ്. അതിൻ്റെ അർത്ഥം വേദനയെ സഹനമാക്കിയും സഹനത്തെ കുരിശാക്കിയും മാറ്റേണ്ടവരാണ് ക്രിസ്ത്യാനി. അതിനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ തുടരാം.